അല്ലു പ്രതീക്ഷ നീ എന്നെ നേരത്തെ പിടിച്ച പോലെ ഒന്ന് പിടിച്ച് കയറ്റി തരാവോ കാണിക്കാൻ? ദാണ്ട നിക്കുന്നു, ദാണ്ട ഇവിടെ അടുത്ത് നിക്കണം. അവിടെ ഒന്ന് മൈൻഡ് ചെയ്യുന്നു നോക്കടാ, ഒന്ന് മൈൻഡ് ചെയ്തേക്കടാ. ഇപ്പൊ ഉടക്കി ഒന്ന് കൈ ഇരിക്കണം, പൊളിയായിരിക്കും കൈ. ആ പൊട്ടിയ കൂടിനത്തൊക്കെ കൊണ്ടിട്ട് ആ കറക്റ്റ് രക്ഷപ്പെടുത്തത് പാവം. കണ്ടോ അവിടെ ഒരു സാധനം അടിച്ചാ കണ്ടോ? തവള സാബും ഉണ്ട് അവിടെ എങ്ങാണ്ടും ഉണ്ട് ഗൈസ്. നീ കിട്ടിയിട്ട് വിളി. ഇപ്പൊ ഞങ്ങൾ വെറും പൊട്ടന്മാരല്ല, നീ കിട്ടിയിട്ട് വിളി ഗൈസ്, നമുക്ക് രക്ഷപ്പെടാം. കുഞ്ഞീളം ഇവിടെ റിസോർട്ടുണ്ട്, അവന്റെ റിസോർട്ടാണ് ഗൗതം. ഗൗതം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണാണ് എൻ്റെ വീട്, ആ കാണുന്നത്. ഇവിടെ കണ്ടോ എൻ്റെ അമ്മ സ്കൂട്ടിയാണ് ആ മൂടി ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ സൈക്കിൾ, ഹെർക്കുലീസ് സൈക്കിൾ, എൻ്റെ അച്ഛൻ്റെ ബൈക്ക്. ഞങ്ങൾക്കൊരു കിളിയുണ്ട് ഗൈസ്, 3 അല്ല 4, ഒരെണ്ണം പ്രസവിച്ച് ഇപ്പം 4ആയില്ലേ ഗൈസ്. ഞങ്ങളിവിടെ ഒരു പൂന്തോട്ടം പോലെ ഉണ്ട്, പിടിച്ച് കയറ്റുന്ന ഒന്നാണ്. ഇതാണ് ഞങ്ങൾക്ക് പ്രകൃതി ഭംഗി. ഇതാണ് ഞാൻ കാണിച്ച റിസോർട്ടിൻ്റെ ഫ്രണ്ട്. എന്താ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട മാവുണ്ട് ഗൈസ്. ഞങ്ങൾക്കും പണ്ടൊരു കൂടെ ഉണ്ടായിരുന്നു, ആ കുളത്തോടെ നശിച്ചു. അതാണ് ഞങ്ങളെ കൂടെ ഉണ്ടാക്കാൻ അത്. അതൊക്കെ ഇങ്ങനെ ഗൈസ് ചൂണ്ട കിട്ടി, പക്ഷെ കമ്പ് ചങ്കീസ് കിട്ടാനില്ല ഗൈസ്. അതാണ് എൻ്റെ സൈക്കിൾ. വെള്ളം കയറുമ്പോൾ പറന്നൊരു ചൂണ, സൂപ്പർ ഫാസ്റ്റ്. ഇതാണ് ഞാൻ പറയാം. നിങ്ങൾ ബെസ്റ്റ് ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാവോ? ബെസ്റ്റ് ലവറാ ഗൈസ്. ഫസ്റ്റ് കണ്ടില്ലേ വണ്ണസിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നു. തങ്കു ഗൈസ് പറ്റുന്നില്ല, വേഗം ഓടിച്ചല്ല. എവിടെ അല്ലു സ്റ്റക്കായി. ഗൈസ് നമ്മൾ ചമ്മി, പക്ഷെ ചമ്മന്തി ഇല്ല ഗൈസ്. ചങ്കി തുടങ്ങിയിട്ട് എന്നെ വിളിക്കുന്നു. ഇത് മറ്റേ കൂടെ ഇറക്കിയ, ഞാൻ എപ്പോഴേ പറഞ്ഞാൽ കൂടെ ഇറക്കിയാണ്. അതെടുക്കാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കും. ഗൈസ് നോക്കിക്കോ, ഇവൻ ഇപ്പം ഒരു കൂടെ ഒടുക്കിയത് എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. ഒന്ന് വേഗം എടുക്കണം അങ്ങോട്ട്. ആരും ഒന്നും വിചാരിക്കരുത്, ഇത് എൻ്റെ കൂട്ടുകാരൻ എടുത്തതിൻ്റെ പ്രശ്നമാണ്. കൂട്ടുകാരൻ പക്ഷെ കൂട്ടുകാരനല്ല കേട്ടോ, സ്വന്തക്കാരല്ല. കൂട്ടുകാരൻ്റെ പേരാണ് കരുത. തീറ്റോടാ നീ ചൂണ്ടിടാനുണ്ടാ ഗൈസ്? ഞാനില്ല ഗൈസ്, അവളവിടെ ടാങ്കി കഴിയുന്നു ഗൈസ്. എടി ഇവിടെ അല്ലു ബ്രോ സൂക്ഷിച്ചൊക്കെ ഇടണമെന്നാ എനിക്ക് പറയാനുള്ളൂ. തങ്കരു അവനോട് പറഞ്ഞു കൊടുക്കണം ഗൈസ്. എന്നാ നമുക്ക് ഇവന്റെ വീഡിയോ എടുത്ത് 2 മിനിറ്റ് കേൾക്കാം. അല്ല നിനക്ക് വീഡിയോ എടുക്കാനല്ലോ, അത് അങ്ങനെ അല്ലു. ഞാൻ ഇപ്പൊ പിടിച്ച് കരക്ക് കിട്ടി കൊടുക്കാം. കണ്ടോ ഗൈസ്, ഞാൻ പിടിച്ച് വലിച്ച് മീൻ കിട്ടി. കണ്ടോ ഗൈസ്, എടാ കാണിച്ചു കൊടുത്ത പിള്ളേരെ പിള്ളാസ്. ഇത് നമ്മുടെ കല്ലടാ അല്ലു അങ്ങോട്ടും ഉണ്ട്. ഇത് എന്റെ കോലി വെള്ളത്തിൽ ഇറങ്ങിയവോ. ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാവോ ആശാൻ ഈ കാട്ടിലേക്ക്? ആണ്ടൊരു ഡാക്ട വണ്ടി വന്നിട്ടുണ്ട്.
വണ്ടി ബസ് ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലായിരുന്നു എന്നാ കഥ. അവിടെ ടാറ്റ നെക്സോൺ EV ദേ വരുന്നുണ്ട്. അല്ല ടാറ്റ നെക്സോൺ EV തന്നെയല്ലേ ഇത്? ആണ് ടാറ്റ നെക്സോൺ EV. നെക്സോൺ EV കാണിച്ചോടാ. വേഗം വന്ന് കാണിച്ചിട്ട് പോയേക്കാം. തൊട്ട് ഇതാണ് ഞങ്ങളുടെ മീൻ. ഒറ്റ വലിയ വരികടാ, അത്ര എനിക്ക് പറയാനുള്ളൂ. വാ നമുക്ക് മൂടിയേക്കാം. വണ്ടി വളർത്തണപ്പുണ്ട് ഇതിനകത്തിന്. അതിന്റെ സൗണ്ട് പണ്ടങ്ങനെ സൗണ്ട് കളിച്ചെടുക്കണം. ഞാൻ ഈസ്റ്റേൺ ചിക്കൻ മസാല എടുത്തിരുന്നു. ഞങ്ങൾക്ക് ഇനിയും കുറച്ചധികം കൂടെ ഉണ്ട് ഗൈസ്. നമ്മളെ എന്നും ഇന്നും യോയോ ബോയ്സ് ഇവിടുത്തെ കടവില്ല. പണ്ട് തുണിയിലക്കായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പ്രകൃതി തന്നെ ആസ്വദിക്കും. എന്നാൽ ആരിന് വേണ്ടി ഇവർക്ക് വേണ്ടി ഒരു മീൻ ഊണാട്ടിനെ പിടിച്ചു. ഇവിടെ ഇവിടെ ആറ് രണ്ട് കയറി പോകുന്നുണ്ടോ? കാണില്ല. പരിപാടി ഇതൊരു ബ്ലോഗ് വീഡിയോ എടുത്തു ഗൈസ്. അവിടെ എല്ലാം സ്മോക്ക് പോകുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ പാടം ഞാൻ അവിടെ നിന്നുള്ള വെള്ള സ്ക്രീൻ പോലെ ആയിരിക്കും കാണുന്നത്. സ്വർണ്ണ സ്ക്രീൻ ഒന്നുമില്ല. ഇതാണ് ആ കണ്ണാണ് അവളുടെ വീട്. വാഗണ്ട കാർ വരുന്നുണ്ട്. ആ കണ്ണയാണ് ചാരുന്റെ വീട്. ഇതുണ്ടാക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പാടം. എന്റെ കൂട്ടുകാരൻ്റെ വീട്. ആ ഇവളുടെ അമ്മച്ചി ഇവിടെ അങ്ങനെ ഇല്ലേ? ഉണ്ടാ അണ്ട ഉപ്പൻ ബ്രാൻഡ്. വെറുതെ വ്ലോഗ് എടുക്കുമല്ലോ. ഇതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ. ശരിയാക്കി എടുക്കാം. നമ്മുടെ റൂം ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ എന്താക്കുന്ന ക്ലിയർ ആയിട്ടാണ് വാചടിച്ചതുണ്ട്. പങ്കുകൊണ്ട് അതിലൂടെ ഫിഷിംഗ് വീഡിയോ പിന്നെ വന്നിരിക്കുന്നു കാശ്. ഹലോ ഹലോ ഹലോ, നീ ഫോൺ താഴെക്കല്ലാവും പിടിക്കാവോ? പുറകോട്ടിലിറങ്ങി എൻ്റെ വീഡിയോ എടുക്കണം. ഞാൻ എടുക്കാൻ പോകാം. മീനെ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. മീൻ കിട്ടാൻ ചാൻസ് ഇല്ല. നീ എന്നോട് നേരിട്ടാ നീ ചില വീഡിയോസൊക്കെ ഞാൻ പറ്റേ ഫോൺ അവൻ അവിടെ പോയിടുവാണ്. അവിടെ മീനുള്ളത് കൊണ്ടാണ് അവൻ്റെ ഒരു വലിയ കുഴിയുണ്ട്. അവൻ അവിടെ നിന്ന് പിടിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. മീൻ കിട്ടുമോ? പക്ഷെ തീറ്റ പോയി. നമ്മൾ തീറ്റ എടുത്തേക്കുന്ന ആട്ടയാണ്.
തന്നെ ഇട്ടോളും ഗൈസ്. ഒരാൾക്ക് പേടിയായെന്ന് തോന്നുന്നത്. പേടിയായല്ല ഗൈസ്, പേടിന്നൊക്കെ പറയാം. ഇന്നലെ ഫ്രിഡ്ജ് ഞാൻ പിടിച്ച് വെച്ച് കണ്ടോണം. അവിടെ കരയാനാ ഇവിടെ വൈഷു ബസ് നിങ്ങൾ വീട്ടിലുള്ളപ്പം ഫിഷിംഗ് വീഡിയോസും പുറത്തൊക്കെ ആപ്പം ബസ് വീഡിയോസും ബ്ലാക്ക് വീഡിയോ ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ വയനാട് പോണ വീഡിയോ 3 ദിവസം കഴിഞ്ഞിട്ട് വയനാട് പോണ വീഡിയോ വരുന്നുണ്ട് ഗൈസ്. അത് ഞാനും വരുന്നുണ്ട് ഗൈസ്. ഉണ്ടോ പറഞ്ഞോ വിട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു യൂട്യൂബ് വീഡിയോസ് ഇടാം. അവിടെ നിന്ന് നമുക്ക് ഒരു മീനൊക്കെ പിടിക്കാം. ഒരു വരാളിന്റെ കൂട്ടൊക്കെ കാണിച്ചു തരാം. തീറ്റ എന്നാ എനിക്കിഷ്ടം. എനിക്ക് വന്നാൽ എനിക്ക് സന്തോഷമില്ല. ആണ്ട കാര്യം അന്തം വിട്ട് കുന്തം പോയാലും ചാലുവിന്റെ വലിയ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ ആരും മുടക്കില്ല. കണ്ട ഒരു പൊട്ടി വെച്ചേക്കണം. ഇതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ല ഇലക്ട്രോണിക് ഗൈസ്. നമ്മൾ ആദ്യം എടുത്ത വീഡിയോ എന്നാണ് കിട്ടിയത്. ഇനി ഞാൻ പിടിക്കാവേ. ഇവൻ ഇപ്പം വരാലിന്റെ മോഹം കിട്ടിയെന്നാണ് തോന്നുന്നത്, അല്ല ചേട്ടാ? വരാല കല്ലട ഫോൺ താഴെ കളയരുത്, അതേ എനിക്ക് പറയാനുള്ളത്. ഇവൻ ഇപ്പം മീനെ പിടിക്കാൻ പോവാണ്. വല്ലതും കിട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കുറച്ചൊന്നും കിട്ടും. ഇത് അവിടെ തന്നെ പോയോ? ഇത് പോയി. അവള് വീട്ടിൽ പോകുന്നു. വേണ്ട വേണ്ട പോണ വീഡിയോ പിടിച്ചോ. വേണ്ട പോണു. അതുകൊണ്ട് തന്നെ പോകൂടാ, ഇറങ്ങി. ഇപ്പം ഒരാള് കരിക്ക് പക്ഷെ അപ്പുറത്തേക്ക് തീറ്റ പോവാതിരുന്ന അത് നന്നായി. വേണ്ട വീണ്ടും ആ പൊട്ടൻ എന്നോട്ട് പോണ് കേട്ടോ. ഒരു വരാളിനെ എങ്ങനെ അടിച്ചു കയറ്റാ, ഒരു വരാളിനെ എങ്ങനെ അടിച്ചു കയറ്റാ കൂട്ടാ. അല്ലെങ്കിൽ കല്ലടലിനും പിടിച്ചു കിട്ടും. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പൈപ്പ്. ഇത് കുറെ വർഷമായി ഇവിടെ ഈ പൈപ്പ്. ഈ പൈപ്പ് കുറെ വർഷമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഗായ്സ്. ഇത് ഞാൻ ജനിക്കുന്ന മുമ്പ് വെക്കാൻ തുടങ്ങിയതാണ് ഈ പൈപ്പ്. ടാപ്പൊക്കെ മാറ്റിയായിരുന്നു. പക്ഷെ ഈ ടാങ്ക് നമ്മളൊക്കെ ജനിച്ചു നിനക്ക് കിട്ടി. എനിക്കൊരു മീൻ കിട്ടി, അവനൊരു മീൻ കിട്ടി, എല്ലാത്തിനും കിട്ടി. ഇപ്പൊ രാത്രിയായി, ഞാൻ വീഡിയോ കട്ട് ചെയ്തു. അവരും മീനൊക്കെ കിട്ടി നല്ല ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ സൈക്കിൾ ഇടാൻ പോയി. കുറച്ച് പേര് അടിക്കുന്നുണ്ടായിരുന്നു.